ആരായിരുന്നു ഫോണില്? ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ അവിടെ വരാറുണ്ടായിരുന്ന ഒരു കസ്റ്റമർ പ്രൊവിഷൻ സാധനങ്ങൾ ചോദിച്ചു. ഞാനിപ്പോ നാട്ടിലാണെന്ന് പറഞ്ഞു. കസ്റ്റമർ ആണെങ്കിൽ കടയിലെ നമ്പറിലേക്കല്ലേ വിളിക്കേണ്ടത്? ഇങ്ങേരുടെ പേഴ്സണൽ നമ്പറിലേക്ക് എന്തിനാ വിളിക്കുന്നേ? എന്തായാലും അത് മറക്കാനും ക്ഷമിക്കാനുമുള്ള ഹൃദയം എനിക്ക് തരണേ കർത്താവേ. ഈ കാരണം കൊണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ വെറുക്കരുത്. ഞാൻ കൂടുതൽ സ്നേഹിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദൈവസ്നേഹം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ ഭർത്താവ് ചെയ്ത തെറ്റിന് അദ്ദേഹത്തോട് ക്ഷമിക്കുക എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. നമ്മുടെ കുടുംബം സന്തോഷകരമായ ഒരു കുടുംബമാകണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടാവേണ്ടത് പ്രധാനമാണ്. ഭർത്താവ് ചെയ്ത തെറ്റിനായി അദ്ദേഹത്തോട് ക്ഷമിക്കാതെ അത് മനസ്സിനുള്ളിൽ ഒളിച്ചു വെക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത വെറുപ്പും വിദ്വേഷവും ദുഃഖവും നമ്മുടെ മനസ്സിൽ ഉണ്ടായി നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം തന്നെ നഷ്ടമാകുന്നത്. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ദൈവത്തിന്റെ വചനങ്ങൾക്ക് കീഴടങ്ങുക, പരസ്പരം ക്ഷമിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യമായി നിങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. അതെ, ഗുളിക കഴിക്കണ്ടേ? ദാ ഈ വെള്ളം പിടിച്ചേ. ദാ ഗുളിക. അങ്കിൾ വരൂ. അങ്കിൾ ഇരിക്കൂ. ഇപ്പോ എങ്ങനെയുണ്ട് നിനക്ക്? ഇപ്പൊ കുറച്ച് ഭേദമായിട്ടുണ്ട്. സൂക്ഷിച്ചൊക്കെ പോണ്ടല്ലോ മോനെ. എന്തായാലും ഇതോടെ അങ്ങ് തീർന്നല്ലോ. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഓപ്പോസിറ്റ് വരുന്നവര് മര്യാദയ്ക്ക് വരണ്ടേ? അതും ശരിയാണ്. ജ്യോതി, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ ചോദിച്ചോളൂ. ശരി അങ്കിൾ. നീ എന്നെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ? അമ്മേ, ഇന്ന് കോളേജ് ബസ് വരില്ലെന്ന് ഞാൻ എന്ത് ചെയ്യാനമ്മേ? ബസ് വരില്ലെന്നോ? എന്താ ചെയ്യാ? അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നിന്റെ കോളേജിന്റെ അടുത്ത് വഴിയാണ് പോകുന്നത്. എന്റെ കൂടെ വാ, ഞാൻ നിന്നെ അവിടെ ഇറക്കിയേക്കാം. അതേതായാലും നന്നായി. ശരി മോളെ, അങ്കിളിന്റെ കൂടെ പൊയ്ക്കോ. ശരി അമ്മേ. അമ്മേ, ഞാനും അങ്കിളുടെ കൂടെ കോളേജിലേക്ക് പോയിക്കോളാം. ശരി മോനെ. ശരി എന്നാ ശരീരം നോക്കണേ. ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങാം. എന്നാ ശരി. പോയിട്ട് വാ മോളെ. അപ്പാ ബൈ. ശരി മോനെ. അത് വേറൊരു കാര്യമാണ് ചേട്ടാ. അതെ, എല്ലാ കാര്യവും നേരിട്ട് വന്ന് പറയാം. ഇപ്പോ ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. നേരിട്ട് കാണുമ്പോ എല്ലാ കാര്യവും പറയാം. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടി ആരായിരുന്നു ഫോണില്? ഞാനവിടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്തില്ലേ, ആ കസ്റ്റമർ എനിക്ക് വീണ്ടും ഫോൺ ചെയ്ത് പ്രൊഫഷൻ വേണോന്ന് എന്നോട് പറഞ്ഞു. ഞാനിപ്പോ നാട്ടിലാണെന്ന് പറഞ്ഞു. കസ്റ്റമർ ആണെങ്കിൽ കടയിലെ നമ്പറിലേക്കല്ലേ വിളിക്കണ്ടേ? എന്തിനാ ഇങ്ങേരുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കുന്നേ? എന്താ ആലോചിക്കുന്നത്? ഞാൻ സിറ്റി പോയതിനു ശേഷം മൊത്തത്തിൽ മാറിയെന്ന് നീ ഇല്ലില്ല, അങ്ങനെയൊന്നും ഇല്ലേട്ടാ. കസ്റ്റമർ ആണെങ്കിൽ
ചിരിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയോ തെറ്റ് സംഭവിക്കുന്നുണ്ട്. എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? ഏയ് അതൊന്നുമില്ലെന്നേ. കടലിൽ സാധനം വാങ്ങിക്കാൻ 2-3 കസ്റ്റമർ വന്നു. ഓ ആ വേറെ ഒന്നുമില്ല. ശരി ശരി. എന്നാ ശരി, ഫ്രീ ആവുമ്പോ ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ. Okay. ബൈ. ബൈ. ഇതാ കാപ്പി. ചേട്ടാ, ഫോൺ അടിക്കുന്നു, എടുക്കുന്നില്ലേ? എന്താ ഇത് കമ്പനിയിൽ നിന്നുള്ള കോളാ. വെറുതെ മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. കാപ്പി കുടിക്കേ. ആ നിങ്ങൾ കുടിക്കേ. അകത്ത് കുറച്ച് ജോലിയുണ്ട്, ഞാൻ നോക്കിയിട്ട് വരാം. സത്യമാണോ? ശരി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ആരാമേ? എന്തു പറ്റി? അമ്മയ്ക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാ. പാവം, അവരുടെ ഹസ്ബൻഡിന് വേറൊരു പെണ്ണിനോട് ഫോണിലൂടെ എന്തോ അടുപ്പമുണ്ടെന്ന്. അതുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞതാ മോളെ. അമ്മേ, ഇങ്ങനെ ആൾക്കാരുണ്ടോ? എന്ത് ചെയ്യാനാ, ഇങ്ങനെയുണ്ടല്ലോ. ജ്യോതി. ആ എന്താ ചേട്ടാ? ജ്യോതി, ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോവാ. അതെന്താ? ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ. കുറച്ച് വേദനയൊക്കെ ഉണ്ട്. സാരമില്ലെന്നേ. വീട്ടിലിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് ശരിക്കും ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാ നാളെ തൊട്ട് കടയിലേക്ക് പോവാന്ന് കരുതുന്നേ. എന്നാ ശരി, നിങ്ങളുടെ ഇഷ്ടം. ഹലോ. ഹായ് മോളു, സുഖാണോ? എന്താ ഇത്? ഞാൻ ഫോൺ വിളിച്ചാ പോലും എടുക്കാൻ താമസമാണോ? എങ്ങനെ എടുക്കാനാ? ഇത്രയും നാള് വീട്ടിനകത്ത് തന്നെ കിടക്കുകയായിരുന്നു. വീട്ടിൽ വെച്ച് നിന്റെ ഫോൺ എടുക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണോ? ഇന്നാ ഞാനൊന്ന് വെളിയിലേക്ക് വന്നത്. നിനക്ക് സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എന്താ ചേട്ടാ, ഇന്ന് ഉച്ചയൂണിന് വീട്ടിലേക്ക് വന്നേയില്ലല്ലോ. ഫോൺ ചെയ്തിട്ടും എടുത്തേയില്ല. എന്തെങ്കിലും അസുഖമുണ്ടോ? ഹേയ്, അങ്ങനൊന്നുമില്ല. കടയിൽ കുറച്ച് ജോലി കൂടുതലാ, അതുകൊണ്ടാ വരാൻ പറ്റാഞ്ഞ്. എന്താ ശബ്ദത്തിനൊരു വല്ലായ്മ പോലെ? ഹേയ്, അങ്ങനൊന്നും ഇല്ലല്ലോ. ജ്യോതി, ഞാനിപ്പോ നിനക്ക് കോൾ ചെയ്തത് വൈകുന്നേരം നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോയാലോ? പോകാലോ. എങ്ങോട്ടാ? പുറത്ത് എവിടെങ്കിലും ഒന്ന് പോകാം. എവിടെങ്കിലും ഹോട്ടലിൽ അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോയാലോ? ഹോട്ടലിലേക്ക് വേണ്ട, ബീച്ചിലേക്ക് പോവാം. മനസ്സിനൊരു ആശ്വാസം കിട്ടും. ശരി ജ്യോതി. നീ പറയുന്നത് സത്യമാണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
സത്യമാണ് അങ്കിൾ. അദ്ദേഹം 2 മാസമായിട്ട് സിറ്റിയിലായിരുന്നില്ലേ? അവിടെ വെച്ച് എങ്ങനെയോ പരിചയപ്പെട്ടതാ. അദ്ദേഹം വീട്ടിലേക്ക് വന്നത് തൊട്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൊരു മാറ്റം ഞാൻ കണ്ടു അങ്കിൾ. പ്രാർത്ഥിച്ചില്ല, ബൈബിൾ വായിച്ചില്ല, എല്ലാത്തിൽ നിന്നും ഒരു അകൽച്ച. അതിനൊക്കെ ഇതായിരിക്കും കാരണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല അങ്കിൾ. ആരാ ഇത്? കട്ടായി പോയല്ലോ. ആരാ ഇത്? അമൃത? ഈയിടെയായിട്ട് സംസാരിക്കാറേ ഇല്ലല്ലോ. എന്നെ മറന്നുപോയോ? ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. നല്ല 4 വാക്ക് മര്യാദയ്ക്ക് അങ്ങ് ചോദിച്ചിട്ട് പോരണ്ടായിരുന്നോ? ചോദിക്കാം, എങ്കിലും അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? മക്കളൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞില്ലേ? അവരിതൊക്കെ അറിഞ്ഞ എങ്ങനെയുണ്ടായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കങ്കിൾ. നാളെ ഒരുപക്ഷെ അദ്ദേഹം നേരെയായ മക്കളുടെ മുഖത്ത് അദ്ദേഹത്തിന് നോക്കാൻ സാധിക്കുമോ? അപ്പോ അങ്ങനെ വിടാനാണോ ഉദ്ദേശം? അങ്ങനെ വെറുതെ വിട്ടുകളയാൻ അദ്ദേഹം എന്താ ഒരു അന്യനാണോ? ഞാൻ പ്രാർത്ഥിക്കാം അങ്കിൾ. ബൈബിളിൽ പറയുന്നുണ്ട്, എന്റെ പെരുമാറ്റം എന്റെ ഭർത്താവിനെ മാറ്റുമെന്ന്. അത് എങ്ങനെയാണ് മോളെ? ഭർത്താവ് തെറ്റിയിട്ട് നിനക്കതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നു? കർത്താവിന്റെ വചനമാണ് അതിന് കാരണം. എന്റെ പരിചയത്തിൽ ഒരു കുടുംബമുണ്ട്. ഭർത്താവ് ഒരു തെറ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് 12 വർഷമായിട്ട് അവർ തനിച്ചായിരുന്നു. ഈ അടുത്താണ് അവർ ഒന്നിച്ചത്. അവര് മാത്രമല്ല, ധാരാളം സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഭർത്താവിനെ നേരെയാക്കാൻ നോക്കാതെ വേറെ പിരിഞ്ഞു പോകുന്നത്. ചോദിച്ചാൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് അടിമയല്ലെന്നാണ് പറയുന്നത്. എന്നുവെച്ച് ഞാൻ എന്റെ ഭർത്താവ് ചെയ്ത തെറ്റ് ശരിയാണെന്നല്ല പറയുന്നത്. ക്ഷമിക്കാനും മറക്കാനും പറ്റാത്ത തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഞാനും അദ്ദേഹത്തെ പോലെ പെരുമാറിയ കുടുംബം തകർന്നു പോകില്ലേ അങ്കിൾ? മക്കളുടെ ഭാവിയും പ്രശ്നത്തിലാവില്ലേ അങ്കിൾ? നിന്റെ ഈ നല്ല മനസ്സിന് നിനക്ക് ഒരു കുഴപ്പം വരില്ല മോളെ. എല്ലാറ്റിനും ഉപരിയായിട്ട് കുടുംബത്തിന്റെ നന്മയാണ് നീ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഡാനിയുടെ മനസ്സ് എത്രയും പെട്ടെന്ന് തന്നെ മാറും മോളെ. നിന്നെ പോലെ തന്നെ എല്ലാ പെൺകുട്ടികളും നടക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അങ്കിൾ, ഇത് അദ്ദേഹത്തിനോടോ മക്കളോടോ പറഞ്ഞേക്കരുത് അങ്കിൾ. പറയില്ല മോളെ. അയ്യോ, സമയമായല്ലോ. ചേട്ടനിപ്പോ എത്തുമല്ലോ. ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ദൈവം നിങ്ങളോട് സംസാരിച്ചോ? ഇപ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവവചനങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർ നമ്മുടെ കൂടെ ഉണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം നല്ല വീട് എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രമർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അയൽപക്കത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. കർത്താവിനെ അറിയാത്ത ഒരു കുടുംബമായിരുന്നു. അവർ ഒരു ദിവസം ഏകദേശം 2 മാസമായി കാണും. എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് നേരം പോക്കിന് വേണ്ടി ഞാൻ യൂട്യൂബ് കാണുകയായിരുന്നു.
ആ യൂട്യൂബിൽ നിങ്ങളുടെ പരിപാടി കണ്ടു. അതിൽ നല്ല വീട് എന്നിട്ടിട്ടുണ്ടായിരുന്നു. ശരി, അതിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം എന്ന് വിചാരിച്ച് അത് ശ്രദ്ധിച്ചു. എനിക്ക് ആ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ ആ വചനങ്ങളെല്ലാം എനിക്ക് വളരെ ആശ്വാസമായിരുന്നു. അതുമാത്രമല്ല, അത് തുടർന്നും കാണണമെന്നുള്ള ഒരു വാഞ്ച എനിക്കുണ്ടായി. അതുകൊണ്ട് അവർ തുടർച്ചയായി ഓരോ വെള്ളിയാഴ്ചയും 1 മണിക്ക് ഞാൻ ആ നല്ല വീട് എന്ന പരിപാടി കാണാൻ വേണ്ടി മുടങ്ങാതെ ഇരിക്കാറുണ്ട്. എങ്ങനെയാണോ സീരിയലൊക്കെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്, അതേപോലെ ഈ പരിപാടി കാണാനും കാത്തിരിക്കാറുണ്ട്. ഏറെക്കുറെ ഒരു 6-7 മാസമായിട്ട് ഞാൻ ഈ പരിപാടി കാണുന്നുണ്ട്. എനിക്കത് കാണാനുള്ള ആകാംക്ഷ മാത്രമല്ല, എന്റെ ഉള്ളിൽ ആരോ ഒരാൾ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ഇതുവരെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുമില്ല. എങ്കിലും അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ ഉള്ളിലൊരു സമാധാനം. ആ നല്ല വീട് എന്ന പരിപാടി കാണുന്നതിലൂടെ എന്റെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു നല്ല കാര്യം കൂടി ഞാൻ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്തു പറഞ്ഞെന്നോ, എന്റെ ഭർത്താവ് എന്നെ കണ്ടിട്ട് ഇപ്പൊ നിന്നെ കണ്ടാൽ, കാരണം അവർ കർത്താവിനെ അറിയാത്ത കുടുംബമാണ്, ഭർത്താവ് പറഞ്ഞെന്ന് ആ സഹോദരി എന്നോട് പറയുകയാണ്. ഭർത്താവ് അവരോട് പറഞ്ഞു എന്ന്, നിന്നെ കണ്ടാൽ ഒരു ദൈവത്തെ കാണുന്നത് പോലെ ഉണ്ട് എന്ന്. ഇപ്പൊ നിന്റെ ഉള്ളിൽ ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. മുമ്പൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാനേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ജോലി കഴിഞ്ഞ് എപ്പോഴാ വീട്ടിലേക്ക് വരിക എന്നാണ് തോന്നുന്നത്. അത്രത്തോളം നിനക്കൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല ചേച്ചി, എന്റെ ഭർത്താവിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് വീക്കെൻഡ്സില് എല്ലാവരും കൂടി ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോകാറുണ്ട്. അതുമാത്രമല്ല, ശമ്പളമൊക്കെ എത്രയാ കിട്ടുന്നതെന്നൊന്നും എന്നോട് പറയാറേ ഇല്ല. ഞാൻ ചോദിച്ചാലും വെറുതെ രണ്ടുപേരും തമ്മിൽ വാഗ്വാദമാകും. ഞാൻ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു. വെള്ളിയാഴ്ചയായാൽ എനിക്ക് ദേഷ്യം വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശനിയും ഞായറും അദ്ദേഹം എന്റെ കൂടെയും മക്കളുടെ കൂടെയും ഉണ്ടാവില്ല. അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു, ഞങ്ങളെക്കാളും നിങ്ങൾക്ക് കൂട്ടുകാരാണ് പ്രധാനമെന്ന്, അവരോടാണ് നിങ്ങൾക്ക് സ്നേഹമെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. പക്ഷേ ഈ നല്ല വീട് എന്ന പരിപാടി ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് ദേഷ്യപ്പെടണമെന്നുള്ള ചിന്ത ഉണ്ടാവുന്നേയില്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. വീണ്ടും വീണ്ടും അവർ പറഞ്ഞത്, ഞാൻ ദേഷ്യപ്പെടരുതെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ വെറുതെ ഇരിക്കാറില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടാറേയില്ല. ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും എന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സഹോദരി പറയാണ്, എന്റെ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടിരുന്ന ഞാൻ ഈ നല്ല വീടെന്ന പരിപാടി കണ്ടതിന് ശേഷം എനിക്ക് കർത്താവ് ഒരു സമാധാനം തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എല്ലാം യേശു നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് സമാധാനമായിരിക്കുകയാണെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ആ സഹോദരി മറ്റൊരു സന്തോഷകരമായ കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞതെന്നോ, എന്റെ ഭർത്താവിനോട് ഞാൻ മുൻപൊക്കെ ഒരുപാട് പറയാറുണ്ടായിരുന്നു, ശനിയും ഞായറും ആയ എപ്പോഴും പുറത്തു പോകും, ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിക്കറങ്ങി രാത്രി വൈകി വരും. പക്ഷേ ഇപ്പോഴൊക്കെ അദ്ദേഹം ശനിയും ഞായറും എന്റെ കൂടെയും മക്കളുടെ കൂടെയും സമയം ചിലവാക്കുന്നുണ്ട്. ഒരു മാറ്റം കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുകയാണ്, ഇപ്പൊ എനിക്ക് പുറത്തു പോകണമെന്നേ ഇല്ല, എപ്പോഴാണ് വീട്ടിലേക്ക് വരിക എന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ എന്ന്. ആ ഒരു മാറ്റം കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഭർത്താവും അങ്ങനെ പറയുന്നുണ്ട്, വേഗം വീട്ടിലേക്ക് വരണമെന്നുള്ള മാറ്റം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായി എന്നാണ് ആ സഹോദരി പറഞ്ഞത്. മനോഹരമായി യേശുവിനെ കുറിച്ച് ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ, പാട്ടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപദേശങ്ങളിലൂടെയും വചനങ്ങളിലൂടെയും ഒക്കെ കർത്താവ് ഒരു വലിയ സമാധാനവും സ്വസ്ഥതയും നൽകി എന്നാണ് അവർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു പക്ഷേ ഈ സഹോദരിയെ പോലെ നിങ്ങളുടെ കുടുംബത്തിലും സമാധാനമില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് മുൻകോപക്കാരനായിരിക്കാം, നീരസപ്പെടുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഈ സഹോദരിയുടെ ഭർത്താവിനെ പോലെ കൂട്ടുകാരോടൊപ്പം അധിക സമയം ചിലവാക്കുന്ന ഒരാളായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം മദ്യപാനിയായിരിക്കാം, അല്ലെങ്കിൽ സിഗരറ്റിന് അടിമയായ സഹോദരനായിരിക്കാം, തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരിക്കാം. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ ഡ്രാമ കണ്ടില്ലേ, തെറ്റായ ഒരു ബന്ധം കൊണ്ട് നടക്കുന്ന സഹോദരനുമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരി, ഇന്നേ ദിവസം കർത്താവിന് മുൻപാകെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുക. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കർത്താവ് എന്നെ സന്നദ്ധയാക്കി നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുള്ള ആളായാലും അവയെല്ലാം നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. പ്രാർത്ഥിക്കുക, കർത്താവെ, ഞാൻ എത്രയോ ഉപദേശിച്ചു നോക്കി, ഇനി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. വീണ്ടും 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 ആ ഭാരം നിങ്ങൾ ചുമക്കരുത്. നിങ്ങളെ അത് ബലഹീനയാക്കും. അതുമാത്രമല്ല,
കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ വചനം പറയുന്നത് സദൃശവാക്യം 14 അധ്യായത്തിൽ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. അപ്പോൾ സ്ത്രീകളായ നമ്മളെ കർത്താവ് ജ്ഞാനമുള്ള സ്ത്രീയായി, കുടുംബത്തെ പടുത്തുയർത്തുന്ന ഒരു സഹോദരിയായി ഉണരാനുള്ള ഒരു അധികാരമാണ് കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവെ, അങ്ങനെ ഒരു ജ്ഞാനമുള്ള സ്ത്രീയായി നിലനിൽക്കുന്നതിനായുള്ള കൃപ നൽകണേ കർത്താവേ. എന്നെ അതിനായി അഭിഷേകിക്കണേ, എനിക്ക് ആ ഒരു ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, എല്ലാ ദിവസവും കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉപദേശം സദൃശവാക്യം 14, സദൃശവാക്യം 31 ദിവസവും ഇത് വായിക്കുക. ആ വചനങ്ങൾ നിങ്ങൾ വായിക്കും തോറും കർത്താവിന്റെ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തും. കർത്താവിന്റെ വചനം നിങ്ങൾക്ക് ധൈര്യം നൽകും. നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കർത്താവിന്റെ വചനങ്ങൾ ധ്യാനിച്ച് നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കും തോറും ആ വചനങ്ങൾ ശക്തമായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ച് അത് പ്രവർത്തിക്കും. എങ്ങനെയാണ് ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ഭർത്താവിനോട് പെരുമാറേണ്ടത് എന്നുള്ള ഉപദേശം കർത്താവ് നിങ്ങൾക്ക് നൽകും. ജ്ഞാനം നൽകുന്നതാണ്, ക്ഷമാശീലം നൽകുന്നതാണ്. കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തി അവൻ നിങ്ങൾക്ക് നൽകും. അതിനാൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി, ദയവ് ചെയ്ത് നിങ്ങൾ തളർന്നു പോകരുത്, ദുഃഖിക്കരുത്. കർത്താവിന്റെ വചനങ്ങൾ വായിക്കുക. കർത്താവെ, എന്റെ ഭർത്താവ് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിനുള്ള ജ്ഞാനം എനിക്ക് നൽകണേ എന്ന് ചോദിക്കുക. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നല്ലൊരു മാറ്റമുണ്ടാകും. അതിനാൽ എന്റെ ഭർത്താവല്ല ഈ തെറ്റ് ചെയ്തത്, ഏതോ ഒരു പോരാട്ടത്തിന്റെ ആത്മാവ്, ഒരു പെണ്ണിന്റെ ആത്മാവ്, പിശാചിന്റെ പോരാട്ടമാണിത്. എങ്കിലും ഞാനിതിൽ യേശുവിന്റെ നാമത്തിൽ വിജയിക്കും എന്ന് പറഞ്ഞ് അതിനായി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തീർച്ചയായും ഒരു മാറ്റം കൽപ്പിച്ചരുളും. നടന്ന കാര്യങ്ങളെല്ലാം മറക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ഹൃദയം നൽകണേ കർത്താവേ. ഈ കാരണം കൊണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ വെറുക്കരുത്, ഞാൻ കൂടുതൽ സ്നേഹിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആ ദൈവസ്നേഹത്തിലൂടെ കർത്താവ് നിങ്ങളെ വഴി നയിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ കുടുംബത്തിലുള്ള ഒരു കാര്യം പറയാം. എന്റെ ഭർത്താവ് സഹോദരൻ അപ്പാദുരൈ, വിവാഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം അക്രിസ്ത്യാനിയായിരുന്നു. എങ്കിലും എന്റെ ഭർത്താവിന് പസ്മലിലുള്ള സീസെ ദേവാലയത്തിൽ വെച്ച് ജ്ഞാനസ്നാനം നൽകി. സീസെ ദേവാലയത്തിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. എന്റെ ഭർത്താവ് എല്ലാ കാര്യത്തിലും സത്യസന്ധനായിരുന്നു, വിനയമുള്ള ആളായിരുന്നു, വളരെ സ്നേഹമുള്ള ആളായിരുന്നു. അക്രിസ്ത്യാനിയായിരുന്ന ആ ഒരാളിൽ നിന്ന് തന്നെ ഞാൻ തലമുറകളായിട്ട് ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. സത്യസന്ധത, ദൈവഭയം, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ജ്ഞാനസ്നാനം എടുത്തതിന് ശേഷവും അദ്ദേഹം കർത്താവിനെ അറിയാതെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള ഒരു ദുഃഖവും വേദനയും കാരണം ഞാൻ വിവാഹം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു. നീരസം തോന്നും. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, എന്തിനാ പിന്നെ ജ്ഞാനസ്നാനം എടുത്തത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ കർത്താവ് എന്നോട് വ്യക്തമായിട്ടും പറഞ്ഞു, നീ എന്റെ മുൻപാകെ കാത്തിരിക്കെ, എനിക്കൊരു മാറ്റമുണ്ടാക്കാൻ കഴിയും, എനിക്ക് രക്ഷ നൽകാൻ സാധിക്കും, ഞാൻ രക്ഷിതാവാണെന്ന് പറഞ്ഞു. സത്യമായിട്ടും പറയുകയാണ്, കർത്താവെ, എനിക്ക് ക്ഷമാശീലം നൽകണേ. ഞാൻ ഈ ഒരു ചുറ്റുപാടിൽ അദ്ദേഹത്തോട് എങ്ങനെയാണ് ക്ഷമയോടെ പെരുമാറേണ്ടത് എന്നുള്ള ജ്ഞാനം തരണേ. എനിക്ക് അങ്ങ് എന്തെങ്കിലും ഉപദേശം നൽകണേ. എന്നെ പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണേ എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തോട് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആദ്യം കീഴടങ്ങി. ഈ കാര്യത്തിൽ വളരെ ക്ഷമയോടെ പെരുമാറണം. എന്റെ കുടുംബം അങ്ങയുടെ സാക്ഷിയായി നിൽക്കണം, അതിനുള്ള ജ്ഞാനം തരണേ. എനിക്ക് ഉപദേശം നൽകണേ. എനിക്ക് സ്വാർത്ഥത ഉണ്ടായിരിക്കരുത് കർത്താവേ. അങ്ങ് എന്നെ പൂർണ്ണമായും ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞ് കർത്താവിനോട് മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. ഇന്നും ഞാൻ പറയുകയാണ്. ചിലർ പറയാറുണ്ട്, അതെ, പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, മാസങ്ങളായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് കർത്താവിന്റെ മഹത്വത്തിനായി ഞാൻ പറയുകയാണ്, 1 മാസമോ 1 വർഷമോ അല്ല, 7 വർഷക്കാലം ഞാൻ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ചു. കർത്താവ് ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അതിലും അധികമായി കർത്താവ് എന്നെ രക്ഷിച്ചു, അഭിഷേകിച്ചു, നല്ലൊരു പാത്രമായി ലോകമെങ്ങും കൊണ്ടുചെന്ന് എന്നെ ഉപയോഗിച്ചു. അനേകം ആത്മാവുകൾക്ക് അനുഗ്രഹമാക്കി തീർത്ത് ഇന്നേ ദിവസം കർത്താവിനോടൊത്ത് ജീവിക്കുവാനുള്ള മഹത്തായ ഒരു ഭാഗ്യമാണ് കർത്താവ് എനിക്ക് തന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ മാസങ്ങളായി, എത്രയോ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കരുത്. ഭർത്താവ് ചെയ്ത തെറ്റിനെക്കുറിച്ച് കർത്താവിനെ അറിയിക്കുക. അത് മറന്ന് ക്ഷമിച്ച് അദ്ദേഹത്തെ വീണ്ടും സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം നൽകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. നിങ്ങളുടെ കുടുംബത്തിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. നിങ്ങൾ എത്രത്തോളം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ
അത്രത്തോളം തന്നെ കർത്താവ് നിങ്ങളിലൂടെയും നിങ്ങളുടെ കുടുംബത്തിലൂടെയും കർത്താവ് തന്റെ നാമം മഹത്വപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കർത്താവ് നൽകുന്നതിനായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ട് കർത്താവേ. കർത്താവ് ചെയ്ത തെറ്റ് മറക്കാനാവാതെ, ക്ഷമിക്കാനാവാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയുണ്ട് കർത്താവേ. ഇന്ന് അവരെ അങ്ങ് ശക്തിപ്പെടുത്തണമേ, അവർക്ക് ധൈര്യം നൽകണമേ. കർത്താവ് ചെയ്ത ഒരു തെറ്റിനെക്കുറിച്ച് ഓർത്തോർത്ത് ഇന്നേ ദിവസം അവർ കർത്താവേ വേദനയും ദുഃഖവും സഹിച്ച് കണ്ണുനീരോടുകൂടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിയെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനാവേളയിൽ അവരെ ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനാവേളയിൽ അവർക്ക് ധൈര്യം നൽകണേ. ഈ സമയത്ത് അവരെ ഉത്സാഹിപ്പിക്കണേ. ഒരു വിശ്വാസത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്തിലൂടെ അവർക്ക് ശക്തി നൽകണേ കർത്താവേ. അങ്ങ് തന്നെ യേശുവെ അവർക്ക് ശക്തി നൽകി ഉണർത്തേണമേ കർത്താവേ. ഇന്നേ ദിവസം അവരുടെ മേൽ പ്രാർത്ഥനയുടെ ആത്മാവ് ഒഴിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്നേ ദിവസം യേശുവേ അങ്ങയുടെ മുൻപാകെ പോരാടി പ്രാർത്ഥിച്ച് കുടുംബത്തിന്റെ രക്ഷയ്ക്കായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ജ്ഞാനമുള്ള സ്ത്രീയായി ഓരോ സഹോദരിയെയും കർത്താവ് അഭിഷേകിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഈ ജീവിതം വേണ്ട, ഈ ഭർത്താവ് വേണ്ട, വേർപിരിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുന്ന, ഡൈവോഴ്സ് വേണമെന്ന് ചിന്തിക്കുന്ന ഈ സഹോദരിയോട് അങ്ങ് സംസാരിക്കണേ കർത്താവേ. സമാധാന പ്രഭുവിന്റെ ശക്തി ഇറങ്ങി വരുമാറാകട്ടെ. ഭർത്താവിനോടൊത്ത് അവർ ജീവിക്കട്ടെ. കർത്താവിന് മുൻപാകെ കുടുംബത്തോടെ നിന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തി സാക്ഷിയായി നിൽക്കാനുള്ള ചിന്ത ഇവർക്കുണ്ടാകട്ടെ. അങ്ങനെയുള്ള അനുഗ്രഹത്തിനായി കർത്താവേ ഏതൊക്കെ കുടുംബങ്ങളിലാണോ വേർപിരിവുകൾ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ദുരാത്മാവുകളെല്ലാം ആ കുടുംബത്തെ വിട്ടൊഴിഞ്ഞു പോകുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾ വേർപിരിയരുത്. അതിനായി പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാവുകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. സമാധാന പ്രഭുവിന്റെ ശക്തിയിൽ ഓരോ കുടുംബത്തെയും ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനായി നന്ദി. അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണേ നല്ല പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇന്നേ ദിവസം കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുവിൻ. നിങ്ങളും ഈ നല്ല വീടെന്ന പരിപാടിയിൽ സാക്ഷി പറയും. ഞാൻ വിചാരിച്ചതുപോലുമില്ല എന്റെ ഭർത്താവ് ഇത്രയും വലിയ ഒരു ശുശ്രൂഷകനാകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഇന്ന് ഞാൻ സാക്ഷി പറയുകയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടും. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. మరిన్ని వివరములు ప్రార్థన అవసరతల కోసం సంప్రదించండి. యేసు విడిపించుచున్నాడు పరిచర్యలు, 4 మావడి, తూతుకుడి జిల్లా 628211. మా ఫోన్ నంబర్లు 9487734603, 8106072222, info@jesusredeems.org. దేవుడు మిమ్మును దీవించునుగాక.